രാജ്യത്തിന്റെ മുഴുവൻ പ്രതിനിധിയായി നിന്ന് ഇസ്രായേലിനെ വെല്ലുവിളിച്ച് ആ വെല്ലുവിളിയിൽ സന്തോഷിച്ച് 40 ദിവസം നിന്ന ആമേൻഹാരളിയ തങ്ങളുടെ മല്ലനെ കൊന്ന ദാവീദ് അബദ്ധവശാൽ ചെന്നുപെട്ടത് ഗത്തിലെ അബീമേലെക്ക് രാജാവിന്റെ മുമ്പിലാണ്. ഈ വ്യക്തിയെ കണ്ടപ്പോൾ അബീമേലെക്കിന് ഒരു സംശയം, ഇവന് വേണ്ടിയല്ലേ ഒരു മുദ്രാവാക്യം പണ്ട് വിളിച്ചു കേട്ടത്, 1000-യോ 10,000-യോ ഒക്കെ കൊന്നു എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം വിളിച്ചു കേട്ടത് ഇവനെ കുറിച്ചല്ലയോ എന്ന് കേട്ടപ്പോൾ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. ഈ പ്രശംസാ വാക്കുകൾ പുറപ്പെട്ടത് തനിക്കൊരു കസേര തന്നിരുത്താനല്ല, മറിച്ച് അവൻ ഇതിന്റെ പുറകിലൊരു വാൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് ദാവീദിന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. പകൽക്കാലം ഞാൻ ഇതൊന്നും പ്രസംഗിക്കുവാനല്ല ഇവിടെ നിന്നത്. അവൻ പരിശുദ്ധാത്മാവ് അവൻ ശക്തമായി എന്റെ ഉള്ളത്തോട് ഇടപെട്ടുന്നത്, അവൻ ചില പ്രശംസകളൊക്കെ ഉയർന്നു വരുമ്പോൾ അതിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന വാളിനെ തിരിച്ചറിയുവാൻ ആത്മാവിൽ കഴിയുന്നുണ്ടെങ്കിൽ അവൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമേറിയ ആലോചനകളാൽ മുൻപോട്ട് നയിക്കും. അങ്ങനെ ആമേൻ ഒരു പ്രശംസ കേട്ടപ്പോൾ ദാവീദ് മനസ്സിലായി, കസേര തരാനുള്ള പ്രശംസയല്ല, മറിച്ച് പ്രാണനെ എടുത്തു കളയുവാനുള്ള പ്രശംസയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ബുദ്ധിഭ്രമമുള്ളവനായി തുപ്പലൊലിപ്പിച്ചുകൊണ്ട് കഥകളിന്മേൽ വരയ്ക്കുകയും അവിടെ നിന്നൊരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് ഗത്തിലെ രാജാവായ ഗോലിയാത്തിന്റെ അബീമേലെക്കിന്റെ ഭാവം മാറിയിട്ട് അടുത്ത ചോദ്യം, ഒരു ഭ്രാന്തനെ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരുത്തനെ കൊന്നിട്ട് എനിക്ക് എന്ത് നേടാനാണ്? ബുദ്ധിയുള്ളവനോടായിരുന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു, നീ എന്റെ മല്ലനെ ഒരൊറ്റ കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയവനാ, നിന്നെ ഒരൊറ്റ വെട്ടിന് ഞാൻ ഇല്ലാതെയാക്കി കളയുമെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അബീമേലെക്കിന്റെ മുൻപിൽ വെച്ച് ബുദ്ധിഭ്രമം നടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ട ദാവീദ് ഓടിപ്പോകുമ്പോൾ എഴുതിയതാണ് ഈ സങ്കീർത്തനം. അതിന്റെ തലക്കെട്ട് അതിനോട് ചേർത്തൊരു കാര്യം പറയട്ടെ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ചിലടത്തൊക്കെ ബുദ്ധിയില്ലാത്തവരെ പോലെ ആയിരിക്കണമെന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുക. നമുക്ക് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, സാമർഥ്യമുണ്ട്. എന്നാൽ എല്ലായിടത്തും നമ്മുടെ ബുദ്ധിയും കഴിവുമൊക്കെ പ്രയോഗിക്കാൻ പോയാൽ ചില വാളുകൾ നാം അറിയാതെ അവിടെ ഇരിപ്പുണ്ട്. ആ വാള് കഴുത്തിനെ ലക്ഷ്യമാക്കി വരുന്നതിന് മുൻപേ ഒരു പക്ഷേ നിനക്ക് ബുദ്ധിഭ്രമമാണെന്ന് പറഞ്ഞേക്കാം, സാരമില്ല. അത് സന്തോഷത്തോടെ ഈ ചെവി കൂടെ കേട്ട് അപ്പുറത്തുകൂടെ എറിഞ്ഞു കളഞ്ഞിട്ട് ബുദ്ധിഭ്രമം സാക്ഷാൽ ബുദ്ധി നഷ്ടപ്പെട്ടവരെ പോലെ തന്നെ അതിന്റെ ഉള്ളിൽ മറുപടി പറയാതെ മാറി നിൽക്കുന്നു എങ്കിൽ ദൈവം നിന്നെ കുറിച്ച് കരുതി വെച്ച അത്ഭുത പ്രവർത്തികൾ അനേകരുടെ മുമ്പിൽ വർണ്ണിക്കുവാൻ കർത്താവിനെ ഇടയാക്കും. അങ്ങനെ അബീമേലെക്കിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ദാവീദ് ഹല്ലേലൂയ ദൈവത്തിന് പാടിയ കീർത്തനമാണ് നാം വായിച്ചു കേട്ടത്. അവിടെ ഒരു വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു. 14-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. പകൽക്കാലം കേൾക്കപ്പെട്ട വാക്യത്തിന്റെ കീഴിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു വൻകാര്യം ദാവീദ് പരിശുദ്ധാത്മാവിനാൽ വാളിന്റെ മുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പ്രാണൻ തിരികെ കിട്ടിയവൻ. ഒരു പക്ഷേ അബീമേലെക്കിന്റെ കൊട്ടാരത്തിൽ നിന്ന് എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാമായിരുന്നു. എന്നാൽ പ്രാണൻ തിരിച്ചു കിട്ടിയപ്പോൾ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. പ്രാണൻ കിട്ടിയത് ഒരു കൊള്ള കിട്ടിയതുപോലെ തിരിച്ചു കിട്ടിയ പ്രാണൻ അതുപോലെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കണമെങ്കിൽ, ദൈവത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടണമെങ്കിൽ ഒറ്റ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണം. അടുത്തത് സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരണം. സമാധാനം ഒരിക്കലും നമ്മെ തേടി വരത്തില്ല, നാം അതിനെ അന്വേഷിച്ച് എവിടെ നിന്ന് സമാധാനം ലഭിക്കും. ലോകത്തിൽ ഒരിടത്തു നിന്നും നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സമാധാനം നമുക്ക് നൽകത്തില്ല, ലഭിക്കത്തില്ല. നമുക്ക് സമാധാനം ലഭിക്കുന്ന ഒരേ ഒരിടം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല.
ലിമിറ്റേഷൻസ് ഉണ്ട്. ആമേൻ ഹല്ലേലൂയ. ലോകം തരുന്ന സമാധാനം തീർന്നു പോകുന്നതാണ്. എന്നാൽ ഹല്ലേലൂയ എന്റെ സമാധാനം ആമേൻ അത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതൊരിക്കലും നിങ്ങളെ വിട്ടുപോകത്തില്ല. അപ്പോൾ എന്റെ സമാധാനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അത് നിങ്ങളെ തേടി വരത്തില്ല. നിങ്ങൾ ആ സമാധാനത്തെ തേടി അതിനെ കണ്ടെത്തി അതിൽ തന്നെ നിലനിൽക്കണം. അതിൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണം. കേൾക്കപ്പെട്ട വചനത്തിന്റെ കീഴിൽ നമ്മെ ഒന്ന് സമർപ്പിക്കാം. ആമേൻ. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ആമേൻ പരിശുദ്ധാത്മാവിൽ സഭയോട് ശക്തമേറിയ ഒരു ആലോചന ആമേൻ പങ്കുവെക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ആ ആലോചന നാം വായിച്ചു കേൾക്കപ്പെട്ടപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. മെസ്സേജ് ഇവിടെ അവസാനിക്കുന്നില്ല, ഇത് തുടക്കം മാത്രമാണ്. ഏത് മെസ്സേജാണെന്ന് നിങ്ങൾക്കറിയാമോ? നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വായിക്കാം 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16, 17, 18 വാക്യങ്ങൾ. സ്തോത്രം. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവേഷ്ടം. അപ്പോൾ ആ വാക്യം വായിച്ച് ദൈവസന്നിധിയിൽ ദൈവം തന്ന ആലോചനകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. നാം ചിന്തിച്ച വിഷയം ദൈവ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ആ പകലിൽ സംസാരിക്കുവാനിടയായി തീർന്നത്. നമുക്ക് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഒരു കാര്യം മനസ്സിലാക്കി തന്നു. എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവേഷ്ടം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ കുറിച്ച് ഏത് സമയത്തും ആമേൻ പ്രാർത്ഥിക്കുവാനും ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാനും ദൈവം തരുന്ന നന്മകളിലും ദൈവം തരുന്ന തിന്മകളിലും ആമേൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ തക്കവണ്ണം ആമേൻ ദൈവത്തിന്റെ ആമേൻ ഹിതം നമ്മളിൽ നിവർത്തിക്കണം എന്നുള്ളതായിരുന്നു നാം ചിന്തിച്ച ചിന്താ വിഷയം. അതിനോട് ചേർത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി ദൈവസന്നിധിയിൽ ചിന്തിച്ചു. അത് മറ്റാരും പറഞ്ഞതല്ല, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് അല്ലെങ്കിൽ ദൈവേഷ്ടമെന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ തന്നെ ആമേൻ പറഞ്ഞ ഒരു കാര്യമാണ്. നാം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ചിന്തിച്ചതാണ്. ഒന്നുകൂടെ വായിക്കാം. അത് ആമേൻ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആമേൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ആമേൻ. ഹല്ലേലൂയ. എപ്പോഴും സന്തോഷിക്കണം. ഇതൊക്കെയാണ് ദൈവത്തിന്റെ ഹിതമെന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ സഭയെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യം എംഫസൈസ് ചെയ്ത് പറഞ്ഞതാണ്, ഇത് തന്നെയാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിലും അതിനേക്കാൾ ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് അടിവരയിട്ട് ഉറപ്പിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ദൈവവചനത്തിന്റെ ആഴം പറഞ്ഞ് നമ്മളെ ഉറപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കി തീർത്തു. ഇന്ന് പകൽക്കാലം വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നാം പഠിച്ചു. ആമേൻ. ഈ 4 കാര്യങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടമാണ്. വളരെ ശക്തമേറിയ ആലോചന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിലൂടെ നമ്മോട് പങ്കുവെച്ചു. 4-ാമത്തെ ചിന്തയിലേക്ക് കടന്നു വന്ന് അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നാം ശുദ്ധിയുള്ളവരായി ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ദൈവിക പാദപീഠത്തിലായിരിക്കുവാൻ ദൈവമായ കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തെ കുറിച്ച് ആമേൻ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കേട്ടു. അടുത്തത് ആമേൻ നാം എങ്ങനെ ദൈവ ഇഷ്ടത്തിൽ ജീവിക്കണം. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം തന്നെയാണ്. അപ്പോൾ ആ ശുദ്ധീകരണത്തോടുകൂടി നാം ദൈവസന്നിധിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് ആമേൻ ഹല്ലേലൂയ നാം ഒന്ന് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ആ വാക്യം നാം ഇപ്രകാരമാണ് വായിച്ചത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം.
ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയിട്ട് ഇന്ന് പകൽക്കാലം സഭയോടൊരു ദൂത് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അതിലേക്ക് ശരണപ്പെടുക, അതിലേക്ക് പോകുവാൻ ശരണപ്പെടുകയാണ്. വേഗത്തിൽ ഞാൻ പറയുന്ന വാക്യങ്ങളൊന്ന് വായിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണെന്ന് നാം കേട്ടു. അടുത്തത് ആമേൻ ഹല്ലി, എങ്ങനെ നാം ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ജീവിക്കണം? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് തന്നെ നാം ആയി തീരണമെന്ന് ആമേൻ ഹല്ലി അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ആമേൻ നമ്മളെ പറഞ്ഞുറപ്പിക്കുകയാണ്. പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി, മനുഷ്യരുടെ ഇഷ്ടം ചെയ്യുന്നവരായി, മനുഷ്യർക്ക് ഹിതമുള്ളതുപോലെ ജീവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കും, മനുഷ്യന്റെ ചിന്ത എന്താണ്, മനുഷ്യൻ ഹല്ലേലൂയ നമ്മളെ പ്രൈസ് ചെയ്യുന്നത് എന്തിനാണ്. അവൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്ന് പകൽക്കാലം വചനത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം കൂടെ വിളിച്ചു പറയുക: മനുഷ്യന്റെ മുഖസ്തുതിക്കും മനുഷ്യന്റെ പ്രശംസയ്ക്കും വശപ്പെട്ടു പോകരുത്. അബീമേലെക്കിൻ്റെതുപോലെ ഒരു വാളവിന്റെ ഉള്ളിൽ മറഞ്ഞിരിപ്പുണ്ടെന്ന് മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം മനുഷ്യനെയല്ല, കാൽവറിയിലെ കൊലക്കളത്തിൽ അവസാനത്തെ തുള്ളി ചോര വരെ തന്ന് എന്നെ നിന്നെ വീണ്ടെടുത്ത ആ രക്ഷകനെ ഹല്ലേലൂയ പ്രസാദിപ്പിച്ചുകൊണ്ട് അവന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ ദൈവേഷ്ടം. അടുത്തൊരു വാക്യം ഹല്ലേലൂയ 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അടുത്തത് ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഞാൻ ആ വാക്കിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. ഇവിടെ 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ ഒന്നുകൂടെ വായിച്ചാട്ടെ. ആമേൻ. അടുത്ത ഒരു ദൈവത്തിന്റെ ഇഷ്ടമുണ്ട് കേട്ടോ. നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം. നിങ്ങൾ സുബോധമുള്ളവരായി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരണം. അപ്പോൾ അടുത്തൊരു കാര്യത്തിലേക്കാണ് ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് വരുവാൻ പോകുന്നത്. എന്തിന് സുബോധമുള്ളവരായിരിക്കണം? ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ ശുദ്ധീകരണമാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത്. ശുദ്ധീകരണം ഒരു മനുഷ്യൻ പ്രാപിക്കണമെങ്കിൽ ആദ്യം അവൻ എങ്ങനെയുള്ളവനായിരിക്കണം? സുബോധമുള്ളവനായിരിക്കണം. ദൈവത്തിന്റെ ഹിതം എന്താണെന്നും ദൈവത്തിന് ഹിതമില്ലാത്തത് എന്താണെന്നും ആത്മീയ ജീവിതം എങ്ങനെ നയിക്കണം, ആത്മാവിനാൽ എങ്ങനെ ഒരുക്കപ്പെടണം, ഇത് പരപ്രേരണയല്ല. നിന്റെ ബോധത്തിൽ ദൈവം നിനക്ക് തന്ന ആത്മാവിന്റെ ബോധത്തിൽ ആമേൻ ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച്, സ്വർഗീയ വൻകാര്യങ്ങളെ കുറിച്ച് തിരിച്ചറിയണമെങ്കിൽ ആത്മാവിന്റെ ഒരു സുബോധം നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. സുബോധമില്ല എങ്കിൽ ആമേൻ ഹല്ലേലൂയ, എന്തുകൊണ്ട് അവൻ ദാവീദിനെ അബീമേലെക്ക് വിട്ടുകളഞ്ഞത്? അവന് സുബോധമില്ല എന്ന് കണ്ടിട്ട് അവനെ വിട്ടുകളഞ്ഞത്. സുബോധമില്ലാത്തവനോട് എന്തു പറഞ്ഞിട്ടും എന്തു പ്രവർത്തിച്ചിട്ടും എന്തു വൻകാര്യങ്ങളെ പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. എന്നാൽ അവൻ ആത്മാവ് പറയുന്നു, നിങ്ങൾ ഹല്ലേലൂയ ആമേൻ ഉപദേശം സംബന്ധിച്ച് സുബോധമുള്ളവരായി ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് ജീവിക്കുന്നവരായി തീരണം. ആമേൻ. അടുത്തൊരു വാക്യം കൂടെ വായിച്ചിട്ട് ഹല്ലേലൂയ ഞാൻ ദൈവികാലോചനയിലേക്ക് കടക്കുവാൻ ശരണപ്പെടുകയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം വായിച്ചു. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആമേൻ ആവശ്യമാണ്. എന്താണ് സഹിഷ്ണുത?
ആമേൻ. ഏതൊരു വിഷയം വന്നാലും ആമേൻ ഹല്ലേലൂയ അതിൽ നിന്നും പിന്മാറിപ്പോകാതെ ആമേൻ സഹിച്ച് ആ വിഷയത്തിൽ ക്ഷമയോടുകൂടി അതിന്റെ റിസൾട്ട് കാണുന്നത് വരെ നിൽക്കുന്നതിനെയാ സഹിഷ്ണുത എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ സഹിഷ്ണുതയോടെ ദൈവസന്നിധിയിൽ നിൽക്കണം. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് നിങ്ങളെ കുറിച്ചുള്ള വാഗ്ദത്തം പ്രാപിക്കുവാൻ നിങ്ങൾ സഹിഷ്ണുതയോടെ കാത്തിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേട്ടിടത്തു നിന്ന് ആമേൻ ജീവിതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ആമേൻ ഹല്ലേലൂയ ഒരു പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, ശുദ്ധീകരണത്തോടുകൂടി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിന്റെ പ്രിയമക്കളായി തീരുന്നതാണ് ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം. അപ്പോൾ നാം ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണം ആർക്കാണ് ആവശ്യം? പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രിയിൽ വ്യക്തമായി എന്നോട് ഇടപെട്ട ചില ദൈവികാലോചനകളുണ്ട്. നിങ്ങളാരും എന്നോട് ഭാരപ്പെടരുത്. ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് മുഴങ്കാലുകളെ മടക്കിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഹൃദയത്തോട് സംസാരിച്ച ചില ദൈവിക മർമ്മങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നാം സഞ്ചരിക്കുന്ന ലോകത്തിനനുസരിച്ച് പോകുവാനല്ല ദൈവം ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചത്. ഇവിടെ നമുക്കറിയാം 10 20 പേര് ഇതിന്റെ അകത്തുള്ളൂ. എന്നാൽ ഈ ജംഗ്ഷനിലോട്ട് ഇറങ്ങി നിന്നാൽ ആയിരക്കണക്കിന് ആൾക്കാർ പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൽ നിന്ന് ആമേൻ നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണമെന്ന് ആത്മാവ് എന്നോടും നിങ്ങളോടും പറഞ്ഞതിന്റെ അർത്ഥം ഇന്ന് പകൽക്കാലം ആ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. ഇതിന്റെ ഉള്ളിൽ 10 20 പേരേ ഉള്ളൂ. ആയിരക്കണക്കിന് പേര് ഇതിന്റെ പുറത്തുണ്ട്. എന്നാൽ ഹല്ലേലൂയ ആയിരക്കണക്കിന് പേർ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു വരാതിരുന്നതിന്റെ കാരണം ആമേൻ ദൈവം എല്ലാവരെയും തെരഞ്ഞെടുത്തിട്ടില്ല. ദൈവം തെരഞ്ഞെടുത്തവർ ആമേൻ സുബോധമുള്ളവരായി, ആമേൻ ഹല്ലേലൂയ ശുദ്ധീകരണമുള്ളവരായി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുവാനും അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മാറ്റമില്ലാത്ത ചില നന്മകളെ പ്രാപിക്കുവാനുമാണ് നാം ഇന്ന് പകൽക്കാലം ഇതിന്റെ ഉള്ളിലായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുറമേ ശുദ്ധിയില്ലാതെ നടക്കുന്നവരെ പോലെ ശുദ്ധിയില്ലാത്തവരായിട്ട് നാം ഇതിന്റെ ഉള്ളിൽ കടന്നു വരരുത്. ആമേൻ ശുദ്ധീകരണം പ്രാപിച്ചവരായി, ദൈവത്തോട് നല്ല മനസ്സാക്ഷി പ്രാപിച്ചവരായി, ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുൻപിൽ സാക്ഷ്യത്തെ വെളിപ്പെടുത്തുന്നവരായി ആമേൻ ജീവിക്കുവാനാ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത് കേട്ടോ. എങ്ങനെയും കടന്നു വരുവാനുള്ള ഒരു ഇടമല്ല ആമേൻ കർത്താവിന്റെ സന്നിധി. ആമേൻ അനുനിമിഷം ആമേൻ ഹല്ലേലൂയ ആമേൻ സ്വർഗം പോലും അവിടുത്തെ കണ്ണിൽ മലിനമായിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഞാനും നിങ്ങളും വന്ന് 2 സ്തോത്രം പറയുന്നത് കേട്ട്, ഞാനും നിങ്ങളും വന്ന് 2 ഹല്ലേലൂയ പറയുന്നത് കേട്ട് ആമേൻ ഒരിക്കൽ പ്രാപിച്ച അന്യഭാഷ ആമേൻ അതുപോലെ പറഞ്ഞ് കേട്ട് സന്തോഷിച്ചു പോകുവാനല്ല സ്വർഗം ഹല്ലേലൂയ എന്നെയും നിന്നെയും ആമേൻ പാപത്തിന്റെ അടിമച്ചങ്ങലയിൽ നിന്ന് വിടുവിച്ച് ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നത്. ആമേൻ ഓരോ നിമിഷവും ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിച്ച് ആമേൻ ദൈവത്തോട് ആമേൻ ശുദ്ധമുള്ള മനസ്സാക്ഷിയോടെ അവന്റെ സന്നിധിയിൽ നിൽക്കുവാനാണ് കാൽവറിയിൽ അവസാനത്തെ തുള്ളി ചോര വരെ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവൻ ഊറ്റി തന്നത്. ആമേൻ പ്രമാണം ഇന്ന് പകൽക്കാലം ചെറുതു മുതൽ വലുതുവരെ ആരും പ്രമാണം മറന്നു പോകരുതെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആരുടെയും ആമേൻ ആത്മീക നിലവാരത്തെ ചോദ്യം ചെയ്യുവാൻ ആമേൻ ഞാൻ കഴിവുള്ളവനല്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, ആമേൻ സകല ഹൃദയത്തെ ശോധന ചെയ്യുന്നവൻ, സകല ഹൃദയത്തെയും ആമേൻ സകല നടപ്പുകളെയും സകല വ്യവഹാരങ്ങളെയും ശോധന ചെയ്യുന്നവൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നോടും നിങ്ങളോടും ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ ജീവിതത്തിൽ കുറവുകളില്ലാത്തവരായിട്ട് ആരുമില്ല, പോരായ്മകളില്ലാത്തവരായിട്ട് ആരുമില്ല. എന്നാൽ ദൈവവചനത്തിന്റെ മുൻപിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് കേൾക്കുന്നത് എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്റെ അരുമരക്ഷകന്റെ നാമമാണെന്ന് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ക്രമീകരണം വരുത്തി മുൻപോട്ട് പോകുന്നില്ല എങ്കിൽ ആമേൻ ദൈവത്തിന്റെ ഇടവഴിയിൽ ഉണ്ടാകുമെന്ന് ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ ഹിതമോ ദൈവത്തിന്റെ ഇഷ്ടമോ
നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആർക്കായി ശുദ്ധീകരണം വേണ്ടത്? നമുക്കൊന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. പകൽക്കാലം പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നവരെ. വിശുദ്ധ വേദപുസ്തകത്തിൽ ചില പ്രമാണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അറിയാതെ പോകരുത്. ഒരുത്തൻ ആമേൻ ആർക്കാണ് ശുദ്ധീകരണം വേണ്ടതെന്ന് മോശയോട് കൽപ്പന കൊടുത്തപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു. ദൈവത്തിന്റെ ആലയത്തിൽ സമാധാനത്തിന്റെ യാഗം നടക്കുന്നുണ്ട്. ഒരുത്തൻ തന്റെ അകൃത്യം തന്റെ മേലിരിക്കുമ്പോൾ അതറിഞ്ഞിട്ട് സമാധാന യാഗത്തിലേക്ക് കൈനീട്ടിയാൽ അവൻ അകൃത്യയാഗമായി ഛേദിക്കപ്പെടണമെന്ന് മോശ മുഖാന്തരം ആമേൻ കൽപ്പന പുറപ്പെടുവിച്ചു. പ്രിയമുള്ളവരെ, വളരെ ഭയത്തോടെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നത് കേട്ടോ. ആമേൻ. സമാധാനയാഗം ആലയത്തിൽ നടക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും പങ്കുകൊള്ളാം, ആരും തടയത്തില്ലായിരുന്നു. എന്നാൽ മോശയോട് തമ്പുരാൻ കൽപ്പന കൊടുത്തു. ആമേൻ. ഒരുത്തൻ തന്റെ അകൃത്യം തന്റെ മേലിരിക്കുമ്പോൾ അത് അകൃത്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആമേൻ ആലയത്തിൽ സമാധാനയാഗം നടക്കുമ്പോൾ നിന്റെ അകൃത്യം നിന്റെ മേലിരിക്കുമ്പോൾ ആ അകൃത്യത്തെ തിരിച്ചറിയാതെ നീ അതിലേക്ക് കരം നീട്ടരുത്. ഇന്ന് പകൽക്കാലം അനുഗ്രഹത്തിന്റെ ആലോചനകൾ കേട്ടിട്ടുണ്ട്, വിടുതലിന്റെ പദ്ധതികൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നീ അറിയാതെ ഏതെങ്കിലും അകൃത്യം നിന്നെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കരുണാമയനോട് ആരും കാണാതെ ഏറ്റുപറഞ്ഞ് അകൃത്യത്തെ വിട്ടുപിരിയുന്നില്ല എങ്കിൽ ഇത്രയും പറഞ്ഞ് അവൻ പരിശുദ്ധനോട് ഇടപെട്ട ആത്മീക ദൂതിൽ നിന്ന് ഞാൻ ഹല്ലേലൂയ അടുത്ത ഭാഗത്തേക്ക് മാറിപ്പോവുകയാണ്. ഞാൻ വലിയ ഭയത്തോടെ ഇവിടെ നിൽക്കുന്നത്. മോശയ്ക്ക് കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞു, അകൃത്യം ഒരുത്തന്റെ മേലിൽ ഇരിപ്പുണ്ട്, അവനത് അറിഞ്ഞില്ല എങ്കിൽ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അകൃത്യത്തോട് വിട പറയാതെ നീ ദൈവത്തിന്റെ സമാധാനയാഗത്തിലേക്ക് കൈനീട്ടിയാൽ ദൈവം നിന്നെ തകർത്തു കളയും. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഹല്ലേലൂയ ഓരോ നിമിഷം കടന്നു പോകുന്ന യാത്രയിൽ ഏതെല്ലാം അകൃത്യങ്ങൾ നാം അറിയാതെ നമ്മെ പിൻപറ്റുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഒരുത്തൻ ഹല്ലേലൂയ ആമേൻ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പക്ഷപാതം ചെയ്യുക ഒരു വൃക്ഷത്തെ പോലെ ആമേൻ ഒരു വർഷം കൂടെ നിൽക്കട്ടെ. ആമേൻ മേലിൽ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടിക്കളയാം. ഒരു വർഷം ഞാനതിനൊന്ന് കിളക്കട്ടെ, ഞാനതിനൊന്ന് വളമിടട്ടെ. ആമേൻ ഹല്ലേലൂയ അത് കായ്ക്കാതെ ഇരിക്കത്തില്ല. ആമേൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം മറന്നുപോകരുത് കേട്ടോ, മറന്നുപോകരുത്. ഒരുവൻ ഇടിവിൽ നിൽക്കുന്നത് കൊണ്ട്, പാറയുടെ പിളർപ്പിൽ ഒരുവൻ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളും ഹല്ലേലൂയ അകൃത്യത്തിന് ആമേൻ ഏൽപ്പിച്ചു കൊടുക്കാതെ ഇന്നും ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുക. വിട്ടുവിടണം കേട്ടോ, വിട്ടുപിരിയണം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമം കഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ. കർത്താവ് പറഞ്ഞത് ഞാൻ അതിനെ നീക്കിക്കളയാനല്ല, അത് നിവർത്തിക്കുവാൻ അത്രേ ആമേൻ വന്നത്. എന്റെ പിതാവിന്റെ ഇഷ്ടം ആമേൻ ഹല്ലേലൂയ എന്താണോ അവൻ കൊടുത്തത് അതിനെ നിവർത്തിക്കുവാനാണ് ഞാൻ വന്നത്. ഇന്ന് പകൽക്കാലം അകൃത്യത്തിന്റെ യാഗമായി കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരുവൻ ഹല്ലേലൂയ പരമയാഗമായി തീർന്നു എങ്കിൽ ഇനി നാം അകൃത്യത്തിൽ ജീവിക്കുന്നത് എങ്ങനെ? അകൃത്യത്തിൽ തന്നെ നടക്കുന്നത് എങ്ങനെ? അകൃത്യത്തോടുകൂടി സമാധാന യാഗത്തിലേക്ക് കരങ്ങളെ നീട്ടുന്നത് എങ്ങനെ? ഇത് പകൽക്കാലം ദൈവത്തോട് ഏറ്റുപറയുക.
അടുത്തത് നമുക്കറിയാത്ത മറ്റൊരു അകൃത്യമുണ്ട്. നാം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ പാപമൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപം ചെയ്യുന്നതും മാത്രമേ അകൃത്യമുള്ളത്. നിങ്ങൾ അറിയാത്ത വേറൊരു അകൃത്യം കൂടെ ഉണ്ട് കേട്ടോ. വായിച്ചാട്ടെ, ലേവ്യ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. മനസ്സിലായോ? ഇന്ന് പകൽക്കാലം നീ അറിയാത്ത വേറൊരു പാപമുണ്ടെന്ന്. നീ അറിഞ്ഞ സത്യവാചകം, നീ കേട്ട ആമേൻ സത്യ സുവിശേഷം, നീ കണ്ണുകൊണ്ട് അനുഭവിച്ച സാക്ഷ്യം നീ ഒരുത്തനോട് പറയാതെ പോയാൽ അത് പാപമാണെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പന്തക്കോസ്ത് സമൂഹത്തിന് ആമേൻ പലർക്കും അറിയാത്ത പാപം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 ഹല്ലേലൂയ. വ്യഭിചാരമോ കുലപാതകമോ മോഷണമോ ഒക്കെ നമ്മുടെ മുമ്പിൽ പാപമായിട്ടുള്ളൂ. എന്നാൽ നിന്റെ കൺമുമ്പിൽ നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയ അത്ഭുതമുണ്ടല്ലോ. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥാനത്ത് എത്തി എന്ന് ഒരുത്തനോട് നിനക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ അറിയാത്ത മഹാപാപം, അകൃത്യം നിന്റെ മേൽ കിടക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അടുത്ത വാക്യത്തോട് ചേർത്ത് വെച്ച് പറയാം, അകൃത്യം തന്റെ മേലിരിക്കുമ്പോൾ അതിനെ തിരിച്ചറിയാതെ ഒരുത്തൻ സമാധാനയാഗത്തിലേക്ക് കൈ നീട്ടിയാൽ അവൻ തന്റെ അകൃത്യത്തിൽ ഛേദിക്കപ്പെടണം. പ്രിയമുള്ളവരെ, ഒരു വാക്കുകൊണ്ട് നിന്നെ വീണ്ടെടുത്ത കർത്താവിന്റെ ആമേൻ മഹത്വം ഒരു വ്യക്തിയോട് ആമേൻ നിനക്ക് പറയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ അറിയാത്ത പാപം നിന്നെ ചുറ്റി വളഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം കേട്ടോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തന്ന വചനത്തിന്റെ ആഴങ്ങൾ, ശക്തമേറിയ ആലോചന ഇനിയുമുണ്ട് കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. വെറുതെ അനുഗ്രഹം 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 എന്ന് കേട്ട് വ്യർത്ഥ വ്യാമോഹങ്ങളിൽ കുടുങ്ങി ജീവിക്കാനല്ല. നിന്നെ തകർത്ത് കളയുന്ന പാപം നിന്റെ വാതിക്കൽ കിടക്കുക. കായിനോട് പറഞ്ഞു, ആമേൻ, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ ജയിച്ചു കൊള്ളണം. കായീൻ വെറുതെയല്ല തോറ്റുപോയത്, മുന്നറിയിപ്പ് കൊടുത്തിട്ടും ആഗ്രഹം നിന്നോടാണെന്ന് ആവർത്തിച്ച് സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ടും കേൾക്കാതെ ആമേൻ അതിന് ചെന്ന് വഴിപ്പെട്ടു പോയിട്ട് ശാപഗ്രസ്തനായി കായീൻ മാറി. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ, ഒരു വർഷം കൂടി ഞാനൊന്ന് വളമിടട്ടെ എന്ന് പറഞ്ഞ് ഇടിവിൽ നിന്ന ആ കൃഷിക്കാരനെ പോലെ നല്ലവനായ ദൈവം ചില സമയങ്ങൾ കൂടി വേർതിരിച്ച് തരിക. മാനസാന്തരപ്പെട്ട് മടങ്ങി ആമേൻ ശുദ്ധീകരണത്തോടെ ദൈവത്തിന്റെ കരങ്ങളിലെ ഇണങ്ങി ആയുധമാക്കി ആമേൻ അവന് വേണ്ടി തീരുവാൻ, അവന് വേണ്ടി ശോഭിക്കുവാൻ ദൈവം ചില അവസരങ്ങൾ കൂടി ആമേൻ വേർതിരിച്ചു തരും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുക, വേദപുസ്തകത്തിന്റെ അവസാനത്തെ പേര് എഴുതി വെച്ചു കൊള്ളുക. ആമേൻ, ചില അവസരങ്ങൾ കൂടെ ദൈവം തരും. നീ ആരെയും കാണിക്കണ്ട കേട്ടോ, ആരോടും പറയണ്ട. ആമേൻ, നിന്റെ പ്രാർത്ഥന മുറി ആമേൻ ആരുമില്ലാത്തപ്പോൾ നിന്റെ ഹൃദയത്തെ നീ നല്ലവണ്ണം ആ സന്നിധിയിലേക്ക് ഒന്ന് തുറക്ക്, ഒന്ന് ഇറക്കി വെക്ക്. എനിക്ക് വേണ്ടി ഞാൻ ഫലം കായ്ക്കാൻ എനിക്ക് വേണ്ടി പിതാവിനോട് അവകാശം ചോദിച്ച് എന്നെ മാറ്റി നിർത്തിയ എന്റെ ഉടയവനെ, എന്റെ അകൃത്യത്തെ എന്നോട് ക്ഷമിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആമേൻ, സമാധാന യാഗത്തിൽ നിന്ന് എന്നെ നീക്കിക്കളയുവാൻ വെല്ലുവിളിച്ചു നിൽക്കുന്ന അകൃത്യത്തെ എന്നിൽ നിന്നൊന്നും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. കേട്ടില്ല എന്ന് ഒരു കൊച്ചു കുഞ്ഞു പോലും ഇന്ന് പറയത്തില്ലെന്ന് എനിക്കറിയാം. ആമേൻ, ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ മീറ്റിംഗിൽ വരാത്തവരെ കൂടെ കേൾപ്പിക്കുവാൻ എന്റെ തമ്പുരാൻ ആമേൻ ഇതിവിടെ റെക്കോർഡ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആരും കേട്ടില്ലെന്ന് പറയരുത് കേട്ടോ. ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കണം. എന്റെ അകൃത്യം എന്നോട് ക്ഷമിക്കണം. എന്റെ സമാധാന യാഗത്തിൽ ഞാൻ തകർക്കപ്പെട്ടു പോകാതെ എന്നെ നിലനിർത്തണമേ എന്ന് ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചു പോയെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ദൂത് വിളിച്ചു പറയും. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. നീ ദൈവത്തെ കാണണമോ? ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കണമോ? ദൈവത്തോട് വാഗ്ദാന പ്രകാരം അടുക്കണമോ? ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ശുദ്ധീകരണമാണ്. നീ ശുദ്ധീകരിക്കപ്പെടേണ്ടതാ. ആമേൻ. ദൈവത്തിന് ആഗ്രഹം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അടുത്തൊരു വാക്യം കൂടി. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നാ ശുദ്ധീകരണം പ്രാപിക്കേണ്ടത്? മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ആമേൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ശക്തമായി ആമേൻ ഒരു ആലോചന പങ്കുവയ്ക്കുകയാണ്. മനുഷ്യനെ അശുദ്ധനാക്കുന്നത് വായിലേക്ക് പോകുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്ന്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഹല്ലേലൂയ പ്രിയമുള്ളവരെ തിരിച്ചറിയുക. ആമേൻ. വായിൽ നിന്ന് പുറപ്പെടുന്നത് ആമേൻ എന്നെയും നിങ്ങളെയും അശുദ്ധരാക്കി മാറ്റുമെങ്കിൽ ഇന്നത്തെ പകൽ മുതൽ വാക്കുകൾക്ക് ആമേൻ ഹല്ലേലൂയ ഒരു കടിഞ്ഞാണിടുക. വാക്കുകളെ സൂക്ഷിക്കുക. ആമേൻ. മാതാപിതാക്കളോട് എന്ത് പറയണം? ആമേൻ. നടത്തുന്ന ദൈവദാസനോട് എന്ത് പറയണം? കൂട്ട സഹോദരങ്ങളോട് എന്ത് പറയണം? ഭാര്യയോട് എന്ത് പറയണം? കുഞ്ഞുങ്ങളോട് എന്ത് പറയണം? ആമേൻ. പ്രായമുള്ളവരോട് എന്ത് പറയണം? പകൽക്കാലം ജീവിതയാത്രയിൽ സമാധാനയാഗത്തിൽ നിന്ന് തകർത്ത് കളയുവാൻ കാത്തിരിക്കുന്ന വേറൊന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ആമേൻ ഹല്ലേലൂയ നിന്റെ മേൽ അകൃത്യമായി തീർന്ന് സമാധാനയാഗത്തിൽ നിന്ന് നിന്നെ നീക്കിക്കളയുന്നതാണെന്ന് ആമേൻ ആത്മാവ് ദൂത് വിളിച്ചു പറഞ്ഞു. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ മുതൽ ഹല്ലേലൂയ വാക്കുകൾക്കൊരു കടിഞ്ഞാണ്. വാക്കുകൾക്കൊരു കടിഞ്ഞാണ്. ആരോട് എന്ത് പറയണമെന്ന് ഒരു നിമിഷം ആത്മാവിൽ ചോദിക്കാതെ വായിൽ വരുന്നത് വിളിച്ചു പറഞ്ഞ് ഈ അകൃത്യത്തിന് കാരണക്കാരനായി തീരരുത് എന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചിലരോട് മാത്രമല്ല, ആത്മാവ് ആദ്യം എന്നോടാ സംസാരിച്ചതെന്ന് എനിക്ക് ഉത്തമ ബോധ്യത്തിലാണ് നിൽക്കുന്നത്. എന്റെ കുഞ്ഞിനോട് ഞാൻ എന്ത് പറയണം? അവൻ ഹല്ലേലൂയ എന്റെ പിതാക്കന്മാര് അവൻ എന്റെ കൂടെ ഉണ്ട്. അവരോട് ഞാൻ എന്ത് പറയണം? ഒരു പക്ഷേ എന്റെ നോട്ടത്തിൽ അവർക്ക് എന്നേക്കാൾ ബുദ്ധി കുറവായിട്ട് തോന്നും. അവരുടെ വാക്കുകൾ ഭോഷ്കിന്റെ വാക്കുകളായിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നും. എന്താ? എന്നേക്കാൾ കൂടുതൽ ദൈവത്തെ അറിഞ്ഞവരവർ, ദൈവത്തിന്റെ മഹാത്മ്യം അറിഞ്ഞവരവർ. അവർ പറയുന്നത് എന്റെ ഇപ്പോഴത്തെ ബുദ്ധിയിൽ എനിക്ക് ഭോഷ്കായി തോന്നിയാൽ അവരുടെ നല്ല പ്രായത്തിൽ എല്ലാം വെടിഞ്ഞ് ഈ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഈ കറുത്ത പുസ്തകം ചുമന്നവരാണെന്ന് തിരിച്ചറിഞ്ഞ് അവരോട് പറയേണ്ട വാക്കുകളെ മിതപ്പെടുത്തി ആമേൻ ഹല്ലേലൂയ അതെനിക്ക് അശുദ്ധി വരുത്തുന്നതാണെന്ന് തിരിച്ചറിഞ്ഞു അവർക്ക് കൊടുക്കേണ്ട മാന്യവും ബഹുമാനവും കൊടുത്തു വേണം ഞാൻ സംസാരിക്കാനെന്ന് ആത്മാവിനോട് തോന്നു പറയുക. പ്രിയമുള്ളവരെ, നല്ല സന്തോഷമാണ്. ഈ അടുത്ത ചില ദിവസങ്ങളിൽ വിദേശത്തേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെടുവാൻ പോവുകയാണെന്ന് കേട്ടാൽ വലിയ സന്തോഷമാണ്. വിദേശത്തോട്ട് പോകണമെങ്കിൽ പ്രാണനതിന്റെ ഉള്ളിൽ നിൽക്കണം. പ്രാണൻ പകൽക്കാലം ഏത് വാഗ്ദത്തങ്ങൾ ഏത് പ്രവാചകൻ പറഞ്ഞാലും ഈ പ്രാണൻ അതിന്റെ ഉള്ളിൽ തന്നവരോട് സംവദിച്ചുകൊണ്ട് സന്തോഷിച്ചിരുന്നെങ്കിൽ മാത്രമേ നിന്റെ ജഡത്തിൽ നിനക്ക് വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. വാഗ്ദത്തങ്ങളെ പ്രാപിക്കണമെങ്കിൽ വാക്കുകളെ മിതപ്പെടുത്തി ആമേൻ വാക്കുകളെ ആമേൻ കൃപയോട് കൂടിയതും ഒപ്പിനാൽ രുചി വരുത്തുന്നതുമായി തീർന്നില്ല എങ്കിൽ ആമേൻ വാഗ്ദത്തങ്ങൾ വചനങ്ങളായി മാത്രം നിൽക്കും.
വാഗ്ദാനങ്ങളായി മാത്രം നിലനിൽക്കും. വാഗ്ദത്തത്തെ വാഗ്ദാനമല്ല, വാഗ്ദത്തമായി തന്നെ പ്രാപിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. വായിൽ നിന്ന് പുറപ്പെടുന്നത് നിന്നെ അശുദ്ധനാക്കുന്നുണ്ടെങ്കിൽ നിന്റെ വാക്കുകളെ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആമേൻ ആമേൻ കൺഷോട്ട് ചെയ്യുക. ഒരൊറ്റ നിമിഷം ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. എന്ത് പറയുന്നതിന് മുൻപ് ആരോടാണ് പറയുന്നതെന്നുള്ള തിരിച്ചറിവ് ഇന്ന് പകൽക്കാലം പ്രാപിച്ചെടുക്കുക. ഇങ്ങനെ ആമേൻ ഹല്ലേലൂയ കൃപയോട് കൂടി ദൈവത്തിന്റെ ഇഷ്ടമാകുന്ന ശുദ്ധീകരണം ജീവിതത്തിൽ പ്രാപിച്ചെടുത്ത് മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ ദൈവമായ കർത്താവിന്റെ കൃപ ധാരാളമായി പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഈ മെസ്സേജ് ഇവിടെ അവസാനിക്കുന്നില്ല. ആമേൻ. ഇതിന്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവിനിക്ക് ആമേൻ ഹല്ലേലൂയ വല്ലാതെ എൻ്റെ ഉള്ളത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതും ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കത്തില്ല. എന്നാൽ എനിക്കൊരു കാര്യമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഞാനിവിടെ ഇത് തീരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ആഴമേറിയ ചില ആലോചനകൾ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു, മതി കർത്താവേ, മതി, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയുവാൻ കഴിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഈ ദൂത് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവേ, നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം കർത്താവേ. ആമേൻ. ഈ ജനത്തെ ആമേൻ ദൈവമേ അങ്ങ് ശുദ്ധീകരിക്കുവാൻ പോകുന്നല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ പ്രാർത്ഥന അവിടെ നിർത്തിച്ചു. പ്രാർത്ഥന നിർത്തിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ യെഹെസ്കേൽ പ്രവചനത്തിലെ ഒരു വാക്യം എടുത്തൊന്ന് വായിക്കാൻ. അവൻ ഇന്ന് പകൽക്കാലം ആ വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവൻ യെഹെസ്കേൽ പ്രവചനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ അതിന്റെ 18-ാമത്തെ വാക്യം മുതൽ ഇത് വായിച്ചു. അടുത്തൊരു വാക്യം കൂടെ, അഥവാ പകൽക്കാലം പ്രിയമുള്ളവർ, ഈ വാക്യം നിങ്ങൾക്ക് സമയമുള്ളതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് വായിച്ചിട്ട് ദൈവത്തോട് ചോദിക്കണം. ഇതിൻ്റെ പുറകിലുള്ള മർമ്മങ്ങൾ ആത്മാവെ എന്നോട് വെളിപ്പെടുത്തണമേ. നീതിമാൻ തൻ്റെ നീതി വിട്ടിട്ട് തൻ്റെ അകൃത്യത്തിൽ പോയാൽ ആമേൻ ഞാൻ നിന്നോട് ചോദിക്കും. എന്നോട് ആരും പിണങ്ങരുത് കേട്ടോ. എന്നോട് ചോദിക്കാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ സ്വർഗത്തിലെ ആലോചന ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചു. ആമേൻ. ആരും തങ്ങളുടെ അകൃത്യത്തിൽ നശിച്ചു പോകാതിരിക്കേണ്ടതിന് തങ്ങളുടെ അകൃത്യത്തെ വിട്ട് ആമേൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് തങ്ങളുടെ അകൃത്യത്തിൽ നിന്ന് ആമേൻ പാപ പരിഹാരം വരുത്തുന്നില്ല എങ്കിൽ അവർ തങ്ങളുടെ അകൃത്യത്തിൽ നശിച്ചു പോകും. ആമേൻ. നീ അവരെ ഓർമ്മിപ്പിച്ചില്ല എങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കും. ആമേൻ. ഹല്ലേലൂയ.
നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ വചനത്തിലുണ്ടല്ലോ അനുഗ്രഹത്തിന്റെ ദൂതുകൾ മാത്രമല്ല കേട്ടോ, ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ മാറ്റമില്ലാത്ത മർമ്മങ്ങൾ മറഞ്ഞിരിക്കുന്ന ആഴമേറിയ ഘനമുള്ള ഒരു സാധനമാണ് ആമേൻ പരിശുദ്ധൻ എൻ്റെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത്. അതിലെ വാക്യങ്ങൾ ഹല്ലേലൂയ ഇനിയും ആഴമേറിയ ഒത്തിരി മർമ്മങ്ങളുണ്ട്. ഇത് പറയാതെ ഇരിക്കാൻ ആമേൻ എനിക്കും തരമില്ല. കാരണം ആമേൻ ഞാനിത് പറഞ്ഞ് കേൾപ്പിച്ചില്ല എങ്കിൽ ആമേൻ ആമേൻ ഏത് വ്യക്തി അറിയാതെ അകൃത്യത്തിൽ ജീവിക്കുന്നുവോ അവനോട് പകരം എന്നോട് ചോദിക്കുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ എന്റെ മുമ്പിൽ നിന്ന് എന്നോട് സംസാരിച്ച എന്റെ ഉടയവന്റെ വാക്കുകൾക്ക് ആമേൻ അതേ ബലവും അതേ ഘനവും കൊടുത്തിട്ട് ഞാൻ പറയുക. പ്രിയമുള്ളവരെ, ആമേൻ നാവാരെ ശ്രേഷ്ഠരല്ല. അവന്റെ പാദപീഠത്തിൽ ഒന്ന് കമന്ന് വീട്, അവന്റെ പാദപീഠത്തിൽ ഒന്ന് വീട് കരയ, അവനോട് പ്രാർത്ഥിക്ക്. എന്റെ അകൃത്യത്തെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അതിനത്ര വില കൊടുത്തില്ല, ഞാൻ അതിനത്ര ഘനം കൊടുത്തില്ല, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഈ അകൃത്യത്തിൽ തുടരത്തില്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു അവന്റെ സന്നിധിയിൽ കരുണയ്ക്കായി യാചിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. ആമേൻ ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന്റെ കീഴിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. ഈ മെസ്സേജിന്റെ ഒരു കൺക്ലൂഷൻ ഉണ്ട് കേട്ടോ. ഇത്രയെല്ലാം പറഞ്ഞിട്ട് അവസാനം അതിന്റെ കൺക്ലൂഷൻ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യം. ആമേൻ. ഇന്ന് പകലിൽ മറന്നു പോകരുത്. പരിശുദ്ധാത്മാവ് അതിശക്തമായി എന്റെ ഉള്ളത്തിൽ എന്നോട് ഇടപെട്ട ഒരു ആലോചന പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ആമേൻ അതിനായി ഒരുങ്ങുകയോ. ആമേൻ. അടുത്തോടെ വായിച്ചട്ടെ. ആമേൻ. അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടി കിട്ടും. ഇത് എന്റെ വാക്കല്ല. പ്രാണൻ കൊടുത്ത് കൽവറിയിൽ അവസാനത്തെ തുള്ളി ചോര വരെ ഊറ്റിത്തന്ന് പിടഞ്ഞ് 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 എനിക്കും നിനക്കും വേണ്ടി പരമയാഗമായി തീർന്നവൻ ആമേൻ വിളിച്ചു പറഞ്ഞ ഒരു വാക്കാണ് യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അതിനായി ആമേൻ ഒരുങ്ങാതെ ഇരുന്നത്. ആ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യാതെ ഇരുന്ന ദാസന് വളരെ അടി കിട്ടും. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, അവന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണെന്ന് അവൻ പറഞ്ഞു. അശുദ്ധീകരണം അറിഞ്ഞിട്ട് അതിനായി ഒരുങ്ങാതെയും എന്ന് പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാതെയും പ്രാർത്ഥിക്കാതെയും ഇരുന്നാൽ വളരെ വളരെ അടി കിട്ടുമെന്ന് ആമേൻ ഹല്ലേലൂയ വേറെ ആരും പറഞ്ഞതല്ല, കാൽവറിയിൽ യാഗമായി തീർന്നവൻ പറഞ്ഞ വാക്കാണ്. ആകയാൽ കേൾക്കപ്പെട്ട വചനത്തിന്റെ കീഴിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ അടി കിട്ടുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് അടിമേടിച്ചില്ലാതെയായി തീരുവാനല്ല, മറിച്ച് വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരുടെ അധികാരികളായി തീരുവാൻ ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.